നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിംഗിൽ ഗുരുതര പോരായ്മയെന്ന് ഹൈക്കോടതി. 43 വർഷമായിട്ടും ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക പരിശോധന നടത്തിയിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു തരി സ്വർണമോ വെള്ളിയോ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി OJ ജനീഷ്. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സംയുക്ത പരിശോധന നടത്തുമെന്നും മന്ത്രി. കുറ്റിപ്പുറം ബസ് അപകടം ഗൌരവകരമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. ബസിന്റെ ഓവർ സ്പീഡാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനമെന്നും മന്ത്രി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ രോഗികളുടെ ദുരിതം സംബന്ധിച്ച TCV വാർത്ത കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ചർച്ചയായി. OP ടിക്കറ്റിനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്ന പ്രശ്നം പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് TR കിരൺ. തൃശൂരിൽ നടന്ന സംസ്ഥാന സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ടൂർണമെന്റിൽ മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിംഗിൽ ഗുരുതര പോരായ്മയെന്ന് ഹൈക്കോടതി. ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും കാര്യത്തിലാണ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ആവശ്യമായ വിവരങ്ങൾ ദേവസ്വം അധികൃതർ കൈമാറിയിട്ടില്ലെന്ന് ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിച്ചു. 43 വർഷമായിട്ടും ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക ഭൗതിക പരിശോധന നടത്തിയിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2011-12 സാമ്പത്തിക വർഷം മുതൽ 2019-20 വരെയുള്ള കാലയളവിൽ 54.59 കോടി രൂപയുടെ ഓഡിറ്റ് എതിർപ്പുകളാണ് നിലവിലുള്ളത്. വഴിപാടായി ലഭിച്ച സ്വർണം, വെള്ളി പാത്രങ്ങൾ, കുങ്കുമം എന്നിവയുടെ കണക്കുകൾ കൃത്യമായ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഓഡിറ്റിംഗിൽ കണ്ടെത്തി. സാമ്പത്തിക ഇടപാടുകളിൽ കർശനമായ സുതാര്യത ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി നിലവിലെ ഓഡിറ്റിന്റെ സ്ഥിതി അറിയിക്കാൻ സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറോട് നേരിട്ട് ഹാജരാകാനും ഉത്തരവിട്ടു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു തരി സ്വർണമോ വെള്ളിയോ മറ്റു പ്രധാനപ്പെട്ട വസ്തുക്കളോ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. ഹൈക്കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃത്യമായ കണക്കും രജിസ്റ്ററും സൂക്ഷിക്കുകയും മറ്റ് നിയമപരമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുമുണ്ട്. ഹൈക്കോടതി അതത് കാലത്ത് നിർദ്ദേശിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം പരിശോധന നടത്തുകയും ഭണ്ഡാരം തുറക്കുകയും എണ്ണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ പരാമർശം വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഓഡിറ്റ് വിഭാഗമാണ് ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ അടുത്ത ദിവസം കോടതിയിൽ വിശദീകരിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന സ്വർണവും വെള്ളിയും ഗുരുവായൂരപ്പന് ആവശ്യമായതൊഴികെ ബാക്കിയെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിന്റ് എന്ന സ്ഥാപനം പരിശോധിച്ച് മുംബൈയിലെത്തിച്ച് ഒരുക്കി ബാറുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഭണ്ഡാരം തുറന്നെണ്ണുന്നത് ബാങ്കുകാരാണ്. കൃത്യമായ കണക്ക് സൂക്ഷിച്ച് വഴിപാട് പണം അവർ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം വളരെ സുതാര്യമായാണ് നടക്കുന്നത്. ഹൈക്കോടതിയുടെ പരാമർശം പരിശോധിച്ച് അപാകത തീർക്കൽ ദേവസ്വത്തിന്റെ ബാധ്യതയാണ്. ഓഡിറ്റിന് വരുന്നവരുമായി സഹകരിച്ച് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. ഇതിന് ജീവനക്കാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. TCV ഗുരുവായൂർ. ദേശീയപാത 544, 66 എന്നിവിടങ്ങളിലെ ഫുട് ഓവർ ബ്രിഡ്ജ്, അടിപ്പാത, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി OJ ജനീഷ് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ദേശീയപാതയുടെ നിർമ്മാണം അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന MLA-മാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിർമ്മാണ പുരോഗതി നേരിട്ട് വിലയിരുത്തുന്നതിന് മന്ത്രി, ജില്ലാ കളക്ടർ, MLA-മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘം അടുത്ത മാസം സംയുക്ത പരിശോധന നടത്തും. ദേശീയപാത 66-ൽ 8 ഫുട് ഓവർ ബ്രിഡ്ജുകൾക്ക് അനുമതി ലഭിച്ചതായും 2 എണ്ണത്തിന്റെ പണി ആരംഭിച്ചതായും ദേശീയപാത അതോറിറ്റി യോഗത്തിൽ അറിയിച്ചു. ദേശീയപാത 544-ൽ നടത്തറ, മരത്താക്കര, പുതുക്കാട്, നന്ദിക്കര എന്നിവിടങ്ങളിൽ 4 പുതിയ ഫ്ളൈ ഓവറുകൾക്കും ചുവന്നമണ്ണ്, മുടിക്കോട്, പാലിയേക്കര, നെല്ലായി എന്നിവിടങ്ങളിൽ 4 ഫുട് ഓവർ ബ്രിഡ്ജുകൾക്കും അനുമതി ലഭിച്ചതായും അതോറിറ്റി വ്യക്തമാക്കി. കുറ്റിപ്പുറം ബസ് അപകടം ഗൌരവകരമാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബസിന്റെ ഓവർ സ്പീഡാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ് ക്രാഷ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കരുത്. കർശനമായ വേഗ നിയന്ത്രണം മഴക്കാലത്ത് നടത്തണമെന്നും സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം
എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. വിത്തിൻ 5 days ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമായിപ്പോയി. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിലത്തെ പ്രോബ്ലംസ് അറിയാൻ പറ്റും. എന്തായാലും അതിനെ ആവർത്തിക്കരുത്. ഇന്നിപ്പോൾ ഇവിടുത്തെ RTO മലപ്പുറവും തൃശ്ശൂരുമുള്ള RTOയോട് എന്നെ കണ്ടിരുന്നു. അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം ഗവർണർമാരുണ്ടെന്നാണ് വകുപ്പ്. സ്പീഡ് ഗവർണർ വേണം. അപ്പോൾ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികളെടുക്കും. ഇപ്പോൾ ഈ ഹൈവേയിൽ സ്പീഡ് കൂട്ടാമെന്നുള്ളതിൻ്റെ പേരിൽ അവർ പലപ്പോഴും ഹൈവേ കൂടെ അങ്ങ് പോവുകയാണ്, താഴെയുള്ള റോഡിൽ കൂടെ പോകുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കൊരു ഡിസിഷൻ ആവശ്യമുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടെ ഗവൺമെൻറ് കാണുന്നുണ്ട്. യാത്രാക്ലേശം പരിഹരിക്കാനായി ഓണത്തിനും ശബരിമല സീസണും മുന്നോടിയായി അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകൾ വാടകയ്ക്കെടുക്കും. MLA-മാരുടെ ഫണ്ടിൽ നിന്നും പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റികളുടെയും ഫണ്ടിൽ നിന്നും ബസ്സുകൾ വാങ്ങി നൽകാൻ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ വാടകയ്ക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ബസ്സുകളല്ല. ഇപ്പോൾ ഓണം വെക്കേഷനും അതേപോലെ തന്നെ ശബരിമലയും പ്രമാണിച്ച് നമുക്ക് കുറച്ച് നല്ല ബസ്സുകൾ, നമ്മൾ ലക്ഷറി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതിന്, ആ വണ്ടികളുടെ എണ്ണത്തിൽ നമുക്ക് കുറവുണ്ട്. അപ്പം അത്തരം ബസ്സുകളുടെ സ്റ്റോക്ക് വളരെ കുറവാണ്. കുറച്ച് വർഷമായിട്ട് കാര്യമായിട്ടുള്ള ബസ്സുകൾ ഈ സെക്ടറിൽ വാങ്ങിയിട്ടില്ല. ബാക്കി ഇപ്പോൾ സ്വിഫ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള വണ്ടികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് അവ്യക്തത എനിക്കും തോന്നി. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇൻഡർസ്റ്റേറ്റിൽ ഓടാൻ പറ്റുന്ന, ബുക്കിംഗ് എടുത്ത് ഓടാൻ പറ്റുന്ന വാഹനങ്ങളാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആരും വണ്ടി തരാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. അതാണ് റിയൽ പ്രോബ്ലം. പഞ്ചായത്തുകൾക്കോ മുനിസിപ്പാലിറ്റികൾക്കോ നമുക്ക് വണ്ടി വാങ്ങിച്ചു തരാനായിട്ടുള്ള ഫയലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോൾ നമുക്കൊരു 5 വർഷം കൊണ്ട് 1000-1500 വണ്ടികൾ ആ രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് നമ്മൾ വണ്ടി വാങ്ങിക്കാൻ താല്പര്യമില്ല മീൻസ് കാശില്ല. തൃശൂർ ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾ OP ടിക്കറ്റിനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്ന പ്രശ്നത്തിൽ ഇടപെട്ട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ. TR ഹിരണിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ജനറൽ ആശുപത്രി സന്ദർശിച്ച് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അനൂപുമായി ചർച്ച നടത്തി. കോർപ്പറേഷന് കീഴിലുള്ള ജില്ലാ ജനറൽ ആശുപത്രിയിലെ വൻ തിരക്കാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം TCB അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയം. പക്ഷെ അതിനൊരു പകരം സംവിധാനം കാണുന്നതിനോ ബദൽ സംവിധാനം ഒരുക്കുന്നതിനോ ഇവിടെ കോർപ്പറേഷനോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രി അധികാരികൾക്കോ സാധിച്ചിട്ടില്ല. ഇത് കൃത്യമായിട്ട് ആളുകളുടെ രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. രോഗികളിവിടെ വന്ന് ഒരുപാട് നേരം കാത്തിരിക്കുന്ന അവസ്ഥയാണുള്ളത്. കൃത്യമായിട്ട് ചികിത്സ കിട്ടുന്ന കാര്യത്തിനകത്തടക്കം വലിയ രീതിയിലുള്ള പോരായ്മകളാണ് ജില്ലാ ജനറൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കോർപ്പറേഷൻ അധികാരികൾ, ഒരു മേയർ, ഇവിടെ ഡോക്ടറായിട്ടുള്ള ഒരു മേയർ കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ ഈ ജില്ലാ ജനറൽ ആശുപത്രിയുടെ അവഗണനയ്ക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം LDFന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പ്രശ്നം സംസ്ഥാന തലത്തിലുള്ളതാണെന്നും ഹെൽത്ത് സോഫ്റ്റ്വെയറിലെ സെർവർ തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്നും ഡെപ്യൂട്ടി സൂപ്രണ്ട് വിശദീകരിച്ചു. നിലവിലുള്ളത് BSNL ഇന്റർനെറ്റ് കണക്ഷനാണ്. കെഫോണിന്റെ രണ്ടാമതൊരു കണക്ഷന് പണമടച്ച് അപേക്ഷിച്ചിട്ട് മാസങ്ങളായിട്ടും കണക്ഷൻ ലഭിച്ചിട്ടില്ലെന്നും ലഭിക്കുന്ന മുറയ്ക്ക് പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും ഡോക്ടർ അനൂപ് വ്യക്തമാക്കി. പ്രതിദിനം 2000-ഓളം രോഗികളെത്തുന്ന ജനറൽ ആശുപത്രിയിൽ OP ടിക്കറ്റിനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നത് മൂലം രോഗികൾ ദുരിതത്തിലായതിനെക്കുറിച്ച് TCB വാർത്ത കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. ജനറൽ ആശുപത്രിയിലെ OPയിൽ ടോക്കൺ സംവിധാനത്തിലെ സെർവർ തകരാർ മൂലം രോഗികൾ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വലയുന്നതിൽ അടിയന്തര പരിഹാരം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ഹിരൺ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. TCV തൃശൂർ. ശക്തൻ നഗറിൽ ഗോൾഡൻ ഫ്ലീ മാർക്കറ്റിനോട് ചേർന്ന് ഇന്ദിരാ ക്യാൻറ്റീൻ നിർമ്മാണവും 1 വർഷത്തെ നടത്തിപ്പും സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട ഇനത്തിൽ കോർപ്പറേഷൻ കൗൺസിലിൽ രൂക്ഷമായ വാഗ്വാദം. തൃശൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച് BJP. വിശദമായ പദ്ധതി റിപ്പോർട്ടില്ലാതെ ഇന്ദിരാ ക്യാൻറ്റീൻ നിർമ്മാണവും 1 വർഷത്തെ നടത്തിപ്പും സ്വകാര്യ ഏജൻസി ഹെഡിനെ ഏൽപ്പിക്കുന്നത് കൗൺസിലിന്റെ അംഗീകാരത്തിന് അജണ്ടയായി വന്നതാണ് രൂക്ഷമായ തർക്കത്തിനിടയാക്കിയത്. അതിനെതിരെ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, അഡ്വക്കേറ്റ് അനീസ് തുടങ്ങിയവർ ശക്തമായ പ്രതിഷേധവുമായി എഴുന്നേറ്റപ്പോൾ NDA കക്ഷി നേതാവ് രഘുനാഥ് സി മേനോനും ഒപ്പം ചേർന്നു. രൂക്ഷമായ വാദപ്രതിവാദത്തിനൊടുവിൽ അടുത്ത കൗൺസിൽ യോഗത്തിൽ വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന മേയറുടെ ഉറപ്പിൽ പ്രതിപക്ഷത്തിന്റെ വിയോജനത്തോടെയാണ് അജണ്ട പാസായത്. ഇത്തവണ പുലിക്കളി സംഘങ്ങൾക്ക് 3,50,000 രൂപ വീതം ധനസഹായം
ധനസഹായം നൽകാൻ തീരുമാനിച്ചു. പുലിച്ചമയ പ്രശ്നങ്ങൾ അതാത് പുലിമടയിൽ വെച്ച് നടത്താൻ തീരുമാനമായി. ഇതിന് കോർപ്പറേഷൻ ധനസഹായം നൽകും. പൊതുചർച്ചയിൽ BJP കൗൺസിലർമാർ എയിംസ് തൃശൂരിൽ അനുവദിക്കണമെന്ന പ്ലക്കാർഡുകളുമായാണ് പങ്കെടുത്തത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് NDA കക്ഷി നേതാവ് രഘുനാഥ് സി മേനോൻ പ്രമേയം അവതരിപ്പിച്ചു. കാലപ്പഴക്കമേറിയ കെട്ടിടങ്ങൾ പൊളിക്കാൻ നോട്ടീസ് നൽകുന്നതിന്റെ മറവിൽ കാലപ്പഴക്കമില്ലാത്ത കെട്ടിടങ്ങളിലെ ചെറുകിട കച്ചവടക്കാർക്ക് നോട്ടീസ് നൽകിയ കാര്യം ഭരണപക്ഷ കൗൺസിലർ ബൈജു ജോർജ് അവതരിപ്പിച്ചത് ബഹളത്തിനിടയാക്കി. ഒടുവിൽ ഇക്കാര്യം അന്വേഷിച്ച് നടപടി സ്വീകരിക്കാമെന്ന് ഡെപ്യൂട്ടി മേയർ ഉറപ്പു നൽകി. ഭൂഗർഭ കേബിൾ ഇടുന്നതിന് വൈദ്യുതി വിഭാഗം എടുത്ത കുഴികൾ അവർ തന്നെ അടയ്ക്കാതിരുന്ന വിഷയം, കുടിവെള്ള വിതരണത്തിലെ വീഴ്ച, തെരുവ് വിളക്കുകൾ ആഴ്ചകളോളമായി കത്താതിരിക്കുന്നത്, കത്താത്ത ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് വിളക്കുകൾ, കനാലുകളിലെ ചണ്ടി കുളവാഴ തുടങ്ങിയ പ്രശ്നങ്ങൾ കൗൺസിലർമാർ ഉന്നയിച്ചു. TCV തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിലാദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 Days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover la Vraicote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. 65ാമത് സംസ്ഥാനതല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിന് തൃശൂരിൽ സമാപനം. ടൂർണമെന്റിൽ മലപ്പുറം ഓവറോൾ ചാമ്പ്യന്മാരായി. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിന്റെ സമാപന ദിനത്തിൽ അണ്ടർ 17 ആൺകുട്ടികളുടെ ഫൈനൽ അരങ്ങേറി. നിശ്ചിത സമയവും അധിക സമയവും പിന്നിട്ട വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മലപ്പുറം MIC ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജേതാക്കളായി. കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ഉം തിരുവനന്തപുരം GV രാജ സ്കൂൾ 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അണ്ടർ 17 പെൺകുട്ടികളുടെയും അണ്ടർ 15 ആൺകുട്ടികളുടെയും വിഭാഗങ്ങളിലും മലപ്പുറം സ്കൂൾ ടീമാണ് ജേതാക്കളായത്. സമാപന സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ പൊതു നിക്ഷേപ പങ്കാളിത്ത പദ്ധതികളിലൂടെ സംസ്ഥാനത്തെ കായിക മേഖലയുടെ വളർച്ചയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ കളരി എന്ന പേരിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിലെ അത്ലറ്റിക്സിന്റെയും അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിന്റെയൊക്കെ ഒരു റീവാമ്പ് ചെയ്തെടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഇനി മുതൽ കേരളത്തിന്റെ കായിക മേഖലയ്ക്കുള്ള ഹോസ്റ്റലുകൾ, അതോടൊപ്പം തന്നെ സ്റ്റേഡിയങ്ങൾ, മറ്റനുബന്ധ സൗകര്യങ്ങൾ, അതെല്ലാം തന്നെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടുന്ന ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുക. അതിന് സർക്കാർ ഓർഡറായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കേരളത്തിൽ പണം നിക്ഷേപിക്കാൻ തയ്യാറുള്ള വ്യക്തികളും സംഘടനകളും സ്ഥാപനങ്ങളുമായി നമ്മൾ സംസാരിക്കുകയും അതിന്റെ ഭാഗമായി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരാധകർ ആഗ്രഹിക്കുന്നത് പോലെ മെസ്സിയെ കൊണ്ടുവരുന്നതിലല്ല, കേരളത്തിൽ നിന്ന് മെസ്സിമാർ ഉണ്ടാകുന്നതിലാണ് അഭിമാനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളം ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്ന് കുറച്ചധികം മെസ്സിമാർ ഉയർന്നു വരണമെന്നുള്ളതാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിലൊക്കെ ഇപ്പോൾ ഇവിടെ കേരളത്തിന്റെ മെസ്സിമാരും കേരളത്തിന്റെ യമാനും കേരളത്തിന്റെ നെയ്മറും കേരളത്തിന്റെ എംബാപ്പയും ഒക്കെ ഉണ്ടാകും. നിങ്ങളൊക്കെ മുഖ്യധാരയിലേക്ക് കടന്നു വരണം. നിങ്ങൾക്ക് നല്ല വിസിബിലിറ്റി കിട്ടണം. നിങ്ങൾക്ക് നല്ല സൗകര്യങ്ങൾ വരണം. നിങ്ങളെ സംബന്ധിച്ച് ജനം തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഇന്ത്യൻ ഫുട്ബോളിന്റെ നാളത്തെ പ്രതീക്ഷകളായി കേരളത്തിലെ ചെറുപ്പക്കാർ ഉണ്ടാകണമെന്ന് മാത്രമാണ് ആഗ്രഹം. വിജയികൾക്കുള്ള മെഡലുകളും ട്രോഫികളും വിതരണം ചെയ്തു. പുരസ്കാരത്തിന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം
എല്ലാവർക്കും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൺകുട്ടികളുടെ ഫൈനൽ കലാശ പോരാട്ടത്തിൽ ലോകത്തെ പ്രചോദിപ്പിച്ച വലിയ താരങ്ങളിൽ നിന്ന് MLA രാജൻ ജെ പല്ലൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, മുൻ ഫുട്ബോൾ താരങ്ങളായ IM വിജയൻ, ജോപ്പോളഞ്ചേരി, ഡിവിഷൻ കൗൺസിലർ ജോയി ചാക്കോള, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ്, വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർമാരായ ഒളിമ്പ്യൻ PR ശ്രീജേഷ്, A അബൂബക്കർ, സംസ്ഥാന സ്പോർട്സ് ഓർഗനൈസർ അജിത് വർഗീസ്, അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസർ PU ചിത്ര തുടങ്ങിയവർ പങ്കെടുത്തു. ടൂർണമെന്റ് വിജയികളായ സ്കൂൾ ടീമാണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന സുബ്രതോ കപ്പ് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത്. TCV തൃശൂർ. ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഉൽപ്പന്നവും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സത്തയുമാണ് CMP എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും ഗതാഗത മന്ത്രിയുമായ CP ജോൺ പറഞ്ഞു. CMPയുടെ 41ാമത് ജന്മവാർഷികം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 40 വർഷം കൊണ്ട് CMP കരുത്തായ പ്രസ്ഥാനമായി മാറിയപ്പോൾ ഇന്ന് എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് വലതുപക്ഷ ശക്തികൾ മുന്നോട്ടു പോകും, ശക്തികൾ താഴോട്ടു പോകുന്നു. എന്നാൽ വലതുപക്ഷ ശക്തികളുടെ വിജയം എന്നേക്കുമായിട്ടുള്ളതല്ല. കഴിഞ്ഞ റെഡ് മാഫിയയുടെ കീഴിലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കൂടി പട്ടിണി മാറി പാവപ്പെട്ട സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടുവെന്നും ഇന്ത്യയിൽ BJPയുടെ മുന്നേറ്റത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണെന്നും CP ജോൺ പറഞ്ഞു. കൺവെൻഷനിൽ സംസ്ഥാന സെക്രട്ടറി അജീർ അധ്യക്ഷത വഹിച്ചു. ദേശീയ സോഷ്യലിസ്റ്റ് നേതാവ് യോഗേന്ദ്ര യാദവ് മുഖ്യപ്രഭാഷണം നടത്തി. CMP സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, കമ്മീഷൻ അംഗം PRN നമ്പീശൻ, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വികാസ് ചക്രവാണി, ഹരമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യം കടന്നുപോകുന്ന നിർണായക ഘട്ടത്തിൽ എല്ലാ ജനാധിപത്യ മതേതര ശക്തികളുടെയും ഐക്യം അനിവാര്യമാണെന്ന് ദേശീയ സോഷ്യലിസ്റ്റ് നേതാവ് യോഗേന്ദ്ര യാദവ് തൃശൂരിൽ നടന്ന CMP സംസ്ഥാന കൺവെൻഷന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPക്കെതിരായ മുന്നേറ്റം കൂടുതൽ യോഗേന്ദ്ര യാദവ് പറഞ്ഞു. ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം തെളിയിക്കാൻ MP-മാരെ വില കൊടുത്തു വാങ്ങിയും ഭീഷണിപ്പെടുത്തിയും വൃത്തികെട്ട കളി ഡൽഹിയിൽ സമരം ചെയ്ത യുവാക്കൾക്ക് നേരെ നടപടി ഉണ്ടാകില്ലെന്ന സർക്കാർ വാഗ്ദാനം ലംഘിക്കപ്പെട്ടു. യുവാക്കളുടെ ആവേശത്തിനു മുന്നിൽ ഭരണകൂടം പരാജയപ്പെട്ടുവെന്നും യുവാക്കൾ കൂടുതലായി രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരണമെന്നും യോഗേന്ദ്ര യാദവ് പറഞ്ഞു. In the last 2 years we have seen, and especially in the last few months we have seen that the BJP is trying to do what the people of India did not the front door. In the last few months, in fact in the last few weeks, the BJP steal a 2/3 majority which it does not have by breaking political parties, by purchasing members of parliament, by threatening, by all kinds of dirty tricks for all secular, democratic, pro-social justice formations to come together and offer a deeper resistance. BJPയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണെന്ന് CMP പറഞ്ഞു. BJPയുടെ ശക്തി അനുദിനം കുറഞ്ഞു വരുന്നതാണ് യുവാക്കളുടെ സമരം തെളിയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ BJPയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. അവർ എത്രമാത്രം ശക്തരാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ശക്തി അനുദിനം കുറയുന്ന തരത്തിൽ യുവാക്കളുടെ പോരാട്ടം ഡൽഹിയിൽ നടന്നു. 21 വയസ്സിൽ തന്നെ ചെറുപ്പക്കാർക്ക് പാർലമെന്റിലും തരത്തിൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യണം എന്ന സുപ്രധാനമായ ഒരു പ്രമേയം ഇന്ന് കൺവെൻഷനുകളുടെ രാഷ്ട്രീയ പ്രമേയത്തിലെല്ലാം മുൻപത് വന്നു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് മുൻനിർത്തിക്കൊണ്ട് വളരെ ഞങ്ങളിപ്പോൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. TCV തൃശൂർ. പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ വീണ്ടും അതിരപ്പള്ളി മുറിവാലൻ കൊമ്പൻ പ്രത്യക്ഷപ്പെട്ടു. വിറ്റിലപ്പാറ പ്രദേശത്ത് 3 ദിവസമായി കാണുന്ന കാട്ടാന പതിവ് പോലെ ആക്രമണ പ്രവണത പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് പ്ലാന്റേഷൻ തൊഴിലാളികൾ പറയുന്നു. ഏകദേശം 3 വർഷം മുൻപാണ് കൊമ്പൻ ഇവിടെ എത്തിയത്. ചെടിയിൽ കുളിച്ച നിലയിലാണ് ആന ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചാവക്കാട് നഗരസഭയിൽ അഴിമതി ആരോപണം. കൗൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. നഗരസഭയുടെ കീഴിലുള്ള പുളിച്ചിറക്കെട്ട് കുളം, ബ്ലാങ്ങാട് ബീച്ച്, മിനി വാഗമൺ പദ്ധതികളിൽ വൻ അഴിമതി ആരോപിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്.
പുളിച്ചിറക്കെട്ട് കുളം പദ്ധതിയിൽ 40 ലക്ഷം രൂപയുടെയും മിനി വാഗമണിൽ 3 ലക്ഷത്തിലധികം രൂപയുടെയും അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. മിനി വാഗമൺ പദ്ധതി പ്രദേശത്ത് 50,000 രൂപയുടെ പണികൾ പോലും നടന്നിട്ടില്ലെന്നും എന്നാൽ ഇതിനായി 3 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചതായി കണക്കുകൾ കാണിച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷം പറയുന്നു. പുളിച്ചിറക്കെട്ട് കുളത്തിനായി 15 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് നടന്നത്. ബാക്കി തുക അഴിമതി നടത്തിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഈ മിനി വാഗമൺ എന്ന സ്ഥലത്ത് 3.5 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്ന ഈ നഗരസഭാ അധികാരികൾ ഞങ്ങൾ ആ സ്ഥലം പരിശോധിച്ചപ്പോൾ അവിടെ ഒരു 50,000 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ നഗ്നമായ അഴിമതിയാണ് ഈ മിനി വാഗമണിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള മിനി വാഗമണിന്റെ അടുത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ റിസോർട്ടുകൾക്ക് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഫിഷറീസിന്റെ സ്ഥലത്ത് ഫിഷറീസിന്റെ അനുമതി പോലും വാങ്ങാതെ അവിടെ ഒരു മിനി വാഗമൺ എന്ന് പറഞ്ഞ് ഈ നഗരസഭ ഒരു പദ്ധതി കൊണ്ടുവരാൻ പോകുന്നു. അതിനുവേണ്ടി ഇല്ലാത്ത പണം വൗച്ചർ എഴുതി എടുത്തുകൊണ്ട് 3.5 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്കത് അനുവദിക്കാൻ കഴിയില്ല. ഞങ്ങളിത് കഴിഞ്ഞ കൗൺസിലിൽ ഉന്നയിച്ചതിന് ശേഷം കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് അവിടെ ഈ നഗരസഭ മിനി വാഗമൺ എന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ചിട്ടുള്ളത്. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് 12 കൗൺസിലർമാർ ഒപ്പിട്ട നിവേദനം ചെയർമാന് നൽകിയിരുന്നെങ്കിലും അനുവദിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. തുടർന്ന് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. പ്രതിപക്ഷ നേതാവ് സി ഗോപപ്രതാപൻ, കൗൺസിലർമാരായ ആരിഫ്, ആഷിഫ് പാലയൂർ, ജോയ്സി, ഷെമി സത്താർ, സുജാത സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ചാവക്കാട്. ചാവക്കാട് നഗരസഭയിൽ പ്രതിപക്ഷമുയർത്തിയ അഴിമതി ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് ചെയർപേഴ്സൺ AH അക്ബർ. മിനി വാഗമൺ ലഹരി സംഘങ്ങളുടെ താവളമാക്കുന്നത് തടയാൻ അവിടം വൃത്തിയാക്കി സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചു. പുളിച്ചിറക്കെട്ട് പദ്ധതി കൃത്യമായ രീതിയിൽ നടത്തിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം പൂർത്തീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നെന്നും AH അക്ബർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉപയോഗം സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ വീണ്ടും തർക്കവും വിവാദവും. നഗരസഭ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിനെതിരെ പ്രതിപക്ഷം ബഹളം വെച്ചിറങ്ങിപ്പോയി. BJP വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അമൃത് പദ്ധതി പ്രകാരം 3 കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ പണിതതാണ് സ്കൂളിലെ കളിസ്ഥലം. അത് പരിപാലിക്കാനും ബൈലോ തയ്യാറാക്കാനുമുള്ള അജണ്ടയിലാണ് തർക്കമായത്. നിർമ്മാണം ഏറ്റെടുത്തിരുന്ന ഊരാളുങ്കൽ കമ്പനി സ്ഥലം നഗരസഭയ്ക്ക് കൈമാറാത്ത സാഹചര്യത്തിൽ ബൈലോ തയ്യാറാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. ഗ്രൗണ്ട് നഗരസഭയ്ക്ക് കൈമാറുന്നതുവരെ അജണ്ട മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കാതിരുന്നതോടെ UDF അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ചെയർപേഴ്സണെതിരെ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. വടക്കേക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കൈവിലങ്ങുമായി രക്ഷപ്പെട്ട വധശ്രമ കേസിലെ പ്രതി പിടിയിൽ. പൊന്നിയൂർക്കുളം ചമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് ഷിഫാനാണ് അണ്ടത്തോട് നിന്നും പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മെഡിക്കൽ പരിശോധനയ്ക്കായി വടക്കേക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച സമയത്താണ് ഇയാൾ രക്ഷപ്പെട്ടത്. 2 കൈകളിലും ബന്ധിച്ചിരുന്ന വിലങ്ങ് ഒരു കൈയിലേക്ക് മാറ്റുന്നതിനിടെ ഇയാൾ പോലീസുകാരെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2 ആഴ്ച മുൻപ് പൊന്നിയൂർക്കുളത്തെ ബാറിന് മുന്നിൽ വെച്ച് മുരിയന്തരം സ്വദേശി വിഷ്ണു യാദവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് ഷിഫാൻ. പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാരെ അന്വേഷണ വിധേയമായി കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.
വീണ്ടും വാർത്തകളിലേക്ക്. കൊറിയർ പാഴ്സൽ സർവീസുകളുടെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ രൂപീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തിവന്ന സംഘത്തിലെ പ്രധാന പ്രതിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി തൊടുപുഴ ഒളമറ്റം സ്വദേശി ചെറ്റാരിക്കൽ വീട്ടിൽ അലൻ മാത്യുവാണ് പിടിയിലായത്. ആളൂർ പോലീസ് സ്റ്റേഷൻ GASI മിനിമോൾ CPOമാരായ ലിജോ ആന്റണി, അരുൺ, ഹരികൃഷ്ണൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 മുതൽ ആരംഭിക്കും. 16 ഇനം സാധനങ്ങൾ ഓണക്കിറ്റിലുണ്ടാകുമെന്നും വിപണി ഇടപെടലിന് പുതിയ മാർക്കറ്റ് സ്ട്രാറ്റജി കൊണ്ടുവരുമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഓഗസ്റ്റ് 8 മുതൽ ഓണം ട്രേഡ് ഫെയറുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിലിൽ പുതിയ അതിഥിയെത്തി. 4 ദിവസം പ്രായവും 2 കിലോ 600 ഗ്രാം തൂക്കവുമുള്ള പെൺകുഞ്ഞിനെയാണ് ലഭിച്ചത്. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിലെത്തുന്ന 15ാമത്തെ കുഞ്ഞാണിത്. ദേശീയപാത അമ്പല്ലൂരിൽ 7 കാറുകൾ കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തേക്കുള്ള മേൽപ്പാലത്തിന്റെ പ്രവേശന ഭാഗത്താണ് അപകടം. മുൻപിൽ പോയിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ പുറകിൽ വന്നിരുന്ന കാറുകൾ ഒന്നിനു പുറകിലായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിൽ കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. KCBC മദ്യലഹരി വിരുദ്ധ സമിതി മധ്യമേഖലാ സമ്മേളനം തൃശൂരിൽ നടന്നു. അതിരൂപത പാസ്റ്ററൽ സെന്ററിൽ നടന്ന സമ്മേളനം വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനമ്പ്ളാക്കൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി. മധ്യമേഖലാ പ്രസിഡന്റ് സാബു എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട രൂപത ഡയറക്ടർ ഫാദർ ജോഷി കല്ലേലി, കോട്ടപ്പുറം രൂപത അനിമേറ്റർ സിസ്റ്റർ ഗീത ചാനപ്പറമ്പിൽ, പാലക്കാട് രൂപത പ്രസിഡന്റ് ഡോക്ടർ മാത്യു കല്ലടിക്കോട്, സംസ്ഥാന സെക്രട്ടറി അന്തോണിക്കുട്ടി ചിതലൻ, അതിരൂപത പ്രസിഡന്റ് CP ഡേവിസ്, സിജോ ഇഞ്ചോടിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ US ശ്രീശ്രോബിന്റെ കഥാസമാഹാരം വൺമാൻ ഷോ തൃശൂരിൽ പ്രകാശനം ചെയ്തു. കഥാകൃത്ത് KV മണികണ്ഠൻ, എഴുത്തുകാരി TS ദീപയ്ക്ക് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. അയനം സാംസ്കാരിക വേദിയും ഐവറി ആർട്ട് കഫേയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ MK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. നടൻ ജയരാജ് വാര്യർ, പ്രവീൺ വൈശാഖൻ, സ്വപ്ന C കോമ്പാത്ത്, MR മൗനീഷ്, അരുൺ കുന്നമ്പത്ത് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. വ്യാഴാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ തൃക്കൂർ സ്വദേശി പാറമേൽ വീട്ടിൽ സുജിത്തിനെയാണ് ഈസ്റ്റ് പോലീസും അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്ന് പാലക്കാട് നിന്നും പിടികൂടിയത്. സ്വകാര്യ ബസ് ജീവനക്കാരനായ പ്രതി യുവതിയെ പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പലപ്പോഴായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഗർഭിണിയായ യുവതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കാട്ടൂരിൽ ബസ് യാത്രയ്ക്കിടെ കുഴഞ്ഞു വീണ ഗൃഹനാഥൻ മരിച്ചു. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് താമസക്കാരനായ ഇളയടത്ത് വീട്ടിൽ 52 വയസ്സുള്ള ഷമീറാണ് മരിച്ചത്. കാട്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തൃപ്രയാറിലേക്ക് പോയ പാർത്ഥസാരഥി ബസ്സിലാണ് സംഭവം. ഭാര്യയോടൊപ്പം കാട്ടൂരിൽ നിന്ന് ബസ്സിൽ കയറിയ ഷമീർ കാട്ടൂർ പോലീസ് സ്റ്റേഷന് സമീപമെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പ്രഥമ ശുശ്രൂഷ നൽകി. തുടർന്ന് ഡ്രൈവർ ബിനോയും കണ്ടക്ടർ ഹാരിസും ചേർന്ന് ബസ്സിൽ ഷമീറിനെ കാരാഞ്ചിറ മെഡിക്കൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിയ്യൂരിൽ കിണറ്റിൽ വീണ 8 വയസ്സുകാരിയെ യുവാവ് സാഹസികമായി രക്ഷപ്പെടുത്തി. മുച്ചിത്തറയിൽ വീട്ടിൽ അബ്ദുൾ ഹമീദിന്റെ മകൾ വേദലക്ഷ്മിയാണ് കിണറ്റിൽ വീണത്. അമ്മയുടെയും അച്ഛന്റെയും നിലവിളി കേട്ട് ഓടിയെത്തിയ വിയ്യൂർ സ്വദേശി എടത്തറ വീട്ടിൽ ഹേമന്താണ് കിണറ്റിൽ ചാടി കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കുട്ടിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം സ്വദേശിയായ അബ്ദുൾ ഹമീദും മക്കളും വിയ്യൂർ സഹകരണ ബാങ്കിന് സമീപം കടമുറി വാടകയ്ക്കെടുക്കാൻ വന്നതായിരുന്നു. ഡിവൈഎസ്പിമാരെ നിയമിച്ചുള്ള ഉത്തരവ് പരിഷ്കരിച്ച ആഭ്യന്തര വകുപ്പ് ഗുരുവായൂരിൽ M സുരേന്ദ്രൻ ACP ആകും. KP ബെന്നി ഒല്ലൂർ ACP. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന തലത്തിൽ ഡിവൈഎസ്പിമാരെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. കുടുംബാംഗങ്ങളോടൊപ്പം നടക്കുന്നതിനിടെ കടകളുടെ സമീപത്തെ കിണറ്റിലേക്ക് കുട്ടി കാൽവഴുതി വീഴുകയെ മറ്റൊരു വാർത്തയിലേക്ക്. അയ്യന്തോൾ ലോ കോളേജിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 13 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു.
കഴിഞ്ഞ ശനിയാഴ്ചയാണ് KSU SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ഷോളയാറിൽ തുമ്പിക്കൈക്ക് മുറിവുള്ള കാട്ടാന സുരക്ഷിത. 6 മാസം മുൻപ് ഇതേ പിടിയാനയെ തുമ്പിക്കൈയുടെ അഗ്രത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയിരുന്നു. പ്രായം കൂടി ആനയായതിനാൽ മുറിവ് ജീവന് ഭീഷണിയാകുമെന്ന് സംശയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഷോളയാർ വനത്തിൽ കണ്ടെത്തിയപ്പോൾ മുറിവ് ഉണങ്ങിയ നിലയിലായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,370 രൂപ, പവന് 1,06,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റിംഗിൽ ഗുരുതര പോരായ്മയെന്ന് ഹൈക്കോടതി. 43 വർഷമായിട്ടും ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വാർഷിക പരിശോധന നടത്തിയിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു തരി സ്വർണമോ വെള്ളിയോ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി OJ ജനീഷ്. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സംയുക്ത പരിശോധന നടത്തുമെന്നും മന്ത്രി. കുറ്റിപ്പുറം ബസ് അപകടം ഗൗരവകരമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. ബസിന്റെ ഓവർ സ്പീഡാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനമെന്ന് മന്ത്രി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ രോഗികളുടെ ദുരിതം സംബന്ധിച്ച TCV വാർത്ത കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ചർച്ചയായി. OP ടിക്കറ്റിനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്ന പ്രശ്നം പരിഹരിക്കണമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR കിരൺ. തൃശൂരിൽ നടന്ന സംസ്ഥാന സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ടൂർണമെന്റിൽ മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.